നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. പാലക്കാട്ടെ ആവേശപ്പോര് അതിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഏറ്റവും അവസാനത്തെ കണക്കുകൾ പ്രകാരം 70.5% ആളുകളാണ് പാലക്കാട് വോട്ട് ചെയ്തത്. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം നിലനിർത്താൻ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടിന് കഴിഞ്ഞില്ല. വലിയ ആവേശം ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആ നിലയ്ക്ക് ബൂത്തുകളിലേക്ക് പ്രവഹിപ്പിക്കാൻ, തുടർച്ച ഉണ്ടാക്കാൻ മുന്നണികൾക്ക് കഴിഞ്ഞില്ല എന്ന് കരുതണമോ? എന്തുകൊണ്ടായിരിക്കും വോട്ടർ ടേൺഔട്ടിൽ ഈ കുറവ് ഉണ്ടായത്? ഈ ഉണ്ടായ കുറവ് ഏതൊക്കെ മേഖലകളിലാണ്? ആരെയാണ് അത് സ്വാധീനിക്കാൻ പോകുന്നത്? ഗുണപരമായി സ്വാധീനിക്കുമോ അതോ ആഘാതമുണ്ടാക്കുമോ? UDFന്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട്ടിൽ അവർക്ക് അത് നിലനിർത്താൻ കഴിയുന്ന സൂചനയാണോ ഏറ്റവും അവസാന മണിക്കൂറിൽ നമുക്ക് കിട്ടുന്നത്? അതോ മറ്റ് മുന്നണികൾക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ചില കണക്കുകൾ പൊന്തി വരുന്നുണ്ടോ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ആദ്യം മുഹമ്മദ് അസ്ലം, മീഡിയ വണ്ണിന്റെ പാലക്കാട് ടീമിന്റെ ചുമതല വഹിച്ച അസ്ലം എന്നോടൊപ്പം തത്സമയം ചേരുന്നു. അസ്ലം, ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ 70ആണ്. അതുമാത്രവുമല്ല, ഇപ്പോൾ പല പഞ്ചായത്തുകൾ, പല കേന്ദ്രങ്ങൾ ഏറിയും കുറഞ്ഞും വോട്ട് സംഭവിച്ച സ്ഥലങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി അറിയാമായിരിക്കും. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം പൂർത്തിയാകുമ്പോൾ പാലക്കാടിന്റെ ഒരു വോട്ടിംഗ് പാറ്റേണിനെ, അല്ലെങ്കിൽ പാലക്കാട്ടുണ്ടായ ആളുകളുടെ ഒരു പ്രതികരണത്തെ നമുക്ക് പൊതുവായി രാഷ്ട്രീയമായി അനലൈസ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ്? നിഷാദ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ ഒന്നാം ദിവസം മുതൽ തുടങ്ങിയ വിവാദങ്ങളും രാഷ്ട്രീയ ചർച്ചകളും അതോടൊപ്പം തന്നെ ബഹളമയമായ പ്രചാരണങ്ങളും കൊട്ടിക്കലാശത്തിന്റെ ആവേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെയോ അടുത്ത് പോളിംഗ് ശതമാനം എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അവസാനമായി എല്ലാ 100% പോളിംഗ് കേന്ദ്രങ്ങളിലെയും 184 ബൂത്തുകളിലെയും പോളിംഗ് അവസാനിച്ചപ്പോൾ ലഭിക്കുന്ന ഔദ്യോഗിക കണക്കെന്ന് പറയുന്നത് 70.51% മാത്രമാണ്. എന്തെങ്കിലും ചെറിയ 1% താഴെയുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇനി നാളെ ഉണ്ടാവാൻ വഴിയുള്ളൂ. ഹോം വോട്ടുകൾ പരിഗണിച്ചപ്പോഴും 71%-അപ്പുറത്തേക്ക് കടക്കില്ല. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2% കുറവും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 4% കുറവുമാണ് പോളിംഗ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പായതിന്റെ ഒരു സ്വാഭാവികമായ ആ ഒരു കുറവായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നത്. തങ്ങൾക്ക് മണ്ഡലത്തിൽ നിന്ന് ലഭിക്കാവുന്നതിന്റെ പരമാവധി വോട്ടുകളൊക്കെ തന്നെയും വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ 2000 വോട്ടുകൾ എന്ന് പറയുന്ന ഇരട്ട വോട്ടുകളായി ഒരു പ്രത്യേകം ലിസ്റ്റ് ചെയ്തു. BJP ജില്ലാ അധ്യക്ഷൻ MK ഹരിദാസ് ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ വന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇരട്ട വോട്ട് വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളെങ്കിലും 4% വോട്ട് ചെയ്യാതിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എല്ലാവരുടെ കുറവുകൂടെയാണ് പരിഗണിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ആയത്. എന്തായാലും ചെയ്യാൻ കഴിയുന്നതിന് പരമാവധി വോട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യ മണിക്കൂറിലുണ്ടായ വേഗത അല്ലെങ്കിൽ വോട്ടുകളുടെ ഒരു വോട്ടിംഗ് നിര കണ്ടില്ല എന്നുള്ളത് സ്വാഭാവികമായി ഒരു തണുത്ത പ്രതികരണമായി കണ്ടു. എന്നാൽ അവസാനം 4 മണിക്ക് ശേഷം ഉണ്ടായ നീണ്ട നിര ഒരുവിധം കവർ ചെയ്തു. അങ്ങനെ 70.51 ഔദ്യോഗികമായി എത്തിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പ്രാഥമികമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലുമാണ്. അത് കഴിഞ്ഞിട്ടാണ് മാത്തൂരും കണ്ണാടിയിലും എത്തി നിൽക്കുന്നത്. ഇത് വെച്ചുകൊണ്ടുള്ള പ്രാഥമികമായ ബൂത്ത് ലെവൽ കണക്കുകളിലേക്കുള്ള പ്രാഥമികമായ കണക്കെടുപ്പുകൾ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 3 മുന്നണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. UDF പറയുന്നത് ഞങ്ങൾക്ക് കോർപ്പറേഷനിലും അതുപോലെ തന്നെ പിരായിലുണ്ടായ ഉയർന്ന പോളിംഗ് അത് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ പോളിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഒരു 10,000-ത്തോളം നിൽക്കുന്ന 10,000 തൊട്ട് താഴെയോ അല്ലെങ്കിൽ തൊട്ട് മുകളോ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. BJP സമയത്തോളം കഴിഞ്ഞ തവണ ക്ഷീണമുണ്ടായ സ്ഥലങ്ങളിൽ കണ്ണൂരും മാത്തൂരും പിരായിരിയിലും ഉൾപ്പെടെ പഞ്ചായത്തുകളിലടക്കം ഇത്തവണ ശക്തമായ പോളിംഗ് നടത്താൻ കഴിഞ്ഞു. കോർപ്പറേഷനിൽ ഞങ്ങളെ നിലവിലുള്ള ആ ശക്തി കൂടെ നിലനിർത്തി പോയാൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. LDF എന്തായാലും 2ാം സ്ഥാനത്ത് എത്താത്ത രണ്ടാം സ്ഥാനത്ത് എങ്കിലും എത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണത്തിൽ അല്ലെങ്കിൽ ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു. അതിന് പറയുന്നൊരു കാര്യം കണ്ണാടിയിലും മാത്തൂരിലും പിരായിലൊക്കെ ഉണ്ടായ നല്ല പോളിംഗ് തന്നെയാണ്. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ തങ്ങൾക്ക് തുണയ്ക്കാത്ത കോർപ്പറേഷനിലെ മേഖലകളിലും ആവേശത്തോടുകൂടി LDFന്റെ കേന്ദ്രങ്ങളിൽ വോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 60,000 വോട്ട് ലഭിക്കുമെന്നാണ് സരിൻ പ്രവചിക്കുന്നത്. അതേസമയം പിന്നെ മാന്യമായ രീതിയിലുള്ള ഒരു വോട്ടോടുകൂടി ഈ ഒരു 3ാം സ്ഥാനത്താണെന്നുള്ള ഒരു പല്ലവി മറികടക്കാൻ ഇത്തവണ LDFന് കഴിയുന്ന ആത്മവിശ്വാസം LDFും പങ്കുവെക്കുന്നു. ഓരോ ബൂത്ത് തരത്തിലുള്ള കണക്കുകൾ ഒരുപക്ഷെ കുറച്ച് രാത്രിയോ അല്ലെങ്കിൽ നാളെ മാത്രമേ ലഭിക്കുള്ളൂ. അതും അപ്പോൾ മാത്രമാണ് നമുക്കറിയാം. പാലക്കാട് ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ബൂത്ത് നമ്പർ എടുക്കുമ്പോൾ തന്നെ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്ന് പറയാൻ കഴിയുന്ന രീതിയിലാണ് നഗരസഭയിലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം
വോട്ടിങ്ങിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അത് വ്യക്തമായി നമുക്ക് കുറച്ചുകൂടി വ്യക്തത ലഭിക്കും. സ്വാഭാവികമായി നമ്മൾ നോക്കുമ്പോൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ 88%, 90% എന്ന രീതിയിലേക്ക് പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലും 80% കുറയാത്ത രീതിയിൽ പോളിംഗ് ഉണ്ടായി. അതുകൊണ്ട് നഗരസഭയിൽ ഏറെക്കുറെ തുല്യമായി നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് എഡ്ജ് UDFന് വരുന്ന രീതിയിലുള്ള ഒരു പോളിംഗ് നടന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചായത്തുകളിലെ ഇത് കുറച്ചുകൂടി സമ്പന്നമായത് അല്ലെങ്കിൽ LDFും UDFും LDF പോരാട്ടം എന്ന തരത്തിൽ ശക്തമായ പോരാട്ടം നടന്നു. കണ്ണാടിയിലേക്ക് ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ ഇടത് കേന്ദ്രങ്ങളിൽ ശക്തമായി തന്നെ പോളിംഗ് നടന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണാടിയിൽ മാത്രമല്ല മാത്തൂരും ഒരുപക്ഷെ കഴിഞ്ഞുകൊണ്ട് അത്ര സജീവമാകാതിരുന്ന ഇടത് കേന്ദ്രങ്ങളിൽ കൂടി വോട്ടിംഗിൽ പ്രതിഫലിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ നില മെച്ചപ്പെടുത്തുമെന്നുള്ള പ്രാഥമികമായ ഒരു അസസ്മെന്റിലേക്ക് നമ്മൾ വരുന്നു. എന്തായാലും ഈ ഒരു നഗരസഭയിലെ പോളിംഗിന്റെ ഒരു പാറ്റേണിലെ ഒരു അതിന്റെ ഒരു വ്യക്തത കൂടി ലഭിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൃത്യമായി വരും. എന്തായാലും 3 മുന്നണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പോളിംഗിൽ അവസാന നിമിഷമെങ്കിലും നിലനിർത്താൻ ഒരു മാന്യമായ പോളിംഗിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുഹമ്മദ് അസ്ലമാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത്. 70% ഒരു മാന്യമായ പോളിംഗ് ശതമാനത്തിലേക്ക് അവിടുത്തെ പോളിംഗ് നില വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ആരോഗ്യകരമായ ഒരു നമ്പറിലേക്ക് വരാൻ കഴിഞ്ഞു. എല്ലാവരും ആത്മവിശ്വാസം പങ്കുവെക്കുന്നു എന്നാണ് നമ്മൾ കാണുന്ന കാര്യം. സ്വാഭാവികമായിട്ടും എല്ലാവരും ആത്മവിശ്വാസം പങ്കുവെക്കും. തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് ഡേ വരെ അത് സ്വാഭാവികമാണ്. കെ സുരേന്ദ്രൻ പറയുന്നത് കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോകും എന്നാണ്. ആ നിലയ്ക്കുള്ള കോൺഫിഡൻസ് ആണ് അദ്ദേഹം 5 മണിക്ക് പങ്കുവെക്കുന്നത് കണ്ടത്. പി സരീൻ 60,000 വോട്ട് നേടി വിജയിക്കാൻ പോകുന്നു എന്ന ആത്മവിശ്വാസം പങ്കുവെക്കുകയാണ്. പാനലിസ്റ്റുകളിലേക്ക് ഞാൻ പോകുന്നു. താങ്ക് യു അസ്ലം, താങ്ക് യു. ശ്രീ ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ഒപ്പം CPM പ്രതിനിധി കൂടി നമ്മോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. ശ്രീ TM ശശി, അല്പസമയത്തിനകം BJP സഹയാത്രികൻ ശ്രീ ഷാബു പ്രസാദിനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഡോക്ടർ ജിൻഡോ, നിങ്ങൾ ഈ ആദ്യ മണിക്കൂറിൽ, ഞാൻ പോളിംഗ് അവസാനിച്ച ആദ്യത്തെ 1-2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കണക്കെന്താണ്? ഇനിയിപ്പോൾ കേവലമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, കൃത്യമായ കണക്കിൻ്റെ രൂപത്തിലല്ലാത്ത അവകാശവാദങ്ങളുടെ ഒന്നും കാര്യം ഇനി ഇല്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമില്ല. നിങ്ങൾ കുറച്ചുകൂടി ഒരു ഓത്തൻറ്റിക്കായ, കുറച്ചുകൂടി പ്രായോഗിക രൂപത്തിലുള്ള ഒരു കണക്ക് പ്രാഥമികമായി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? നിഷാദേ, ഇതിൽ ഞാൻ ഒരു കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ 7 മണിക്ക് ശേഷം കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും കാണുന്ന ഒരു വാർത്ത, പോളിംഗ് പെർസെൻറ്റേജ് കുറയുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് BJP 1-ാം സ്ഥാനത്ത് വരും, UDF 3-ാം സ്ഥാനത്ത് പോകും എന്നുകൂടി അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലായില്ല. എന്തോ ആയിക്കൊള്ളട്ടെ, എല്ലാവരും അവരുടെ അവകാശവാദം പറയും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ മുഴുവൻ മുന്നണികളും ജയിക്കുമെന്നല്ലാതെ തോൽക്കുമെന്ന് പറയുന്ന ഒരാളെയും കാണുന്നില്ല. ഇതെല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ളതാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും പാലക്കാട് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഞാൻ അപ്പോൾ അതുമായിട്ടേ കമ്പയർ ചെയ്തപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം ഇല്ല. ചില പഞ്ചായത്തുകളിൽ വലിയ വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മളുടെ പോളിംഗ് ഏജന്റുമാർക്ക് കിട്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള ചലൻ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് കാര്യമായ വ്യത്യാസമില്ല. അത് ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായിട്ടുള്ള ഫൈനൽ അപ്ഡേഷനിൽ നമുക്കത് വ്യക്തമാകുന്നതുമാണ്. അത് അവിടെ നിൽക്കട്ടെ, ഇനി അതിനെക്കുറിച്ച് തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇനി നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ ഒരു 3%-ാണ് ഇൻ ടോട്ടൽ ഒരു ഡിഫറൻസ് കാണിക്കുന്നത്. ഈ പെർസെൻറ്റേജ് കുറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം തോൽക്കുകയല്ല, വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിലിന് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ, അതിൻ്റെ 3-4 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിലൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ പുതുപ്പള്ളി ബൈ ഇലക്ഷൻ ഉമ്മൻചാണ്ടിയെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉമ്മൻചാണ്ടി 50 വർഷക്കാലം നിയമസഭ MLA ആയിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവസാനമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇലക്ഷനിൽ അവിടെ പുതുപ്പള്ളിയിൽ 78.01% പോളിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ഭയങ്കര കുറവായിരുന്നു. അത് കഴിഞ്ഞ് നടന്ന ബൈ ഇലക്ഷൻ്റെ പോളിംഗ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അത് 72.91. ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം 36,000-ലധികമാണ്, 40,000-ൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ പോളിംഗ് ശതമാനം കുറയുന്നത് കൊണ്ട് UDFനല്ല ദോഷം വരുന്നത്, ഒന്നാമത്തെ ഉദാഹരണം. 2, കാരണം അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ജെയ്സി തോമസ് വലിയ പോരാട്ടം നടത്തിയൊരു സ്ഥലമാണ്. ഇനി രണ്ടാമത്തത്, ഉമാ തോമസ് MLA ആകുന്നുണ്ടല്ലോ തൃക്കാക്കര ബൈ ഇലക്ഷനിൽ. തൃക്കാക്കര ബൈ ഇലക്ഷന് മുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ PT തോമസിന്റെ ഭൂരിപക്ഷം 11,996 വോട്ടാണ്, അതായത് 12,000-ൽ താഴെ. അന്ന് നടന്ന പോളിംഗ് 75.56 പക്ഷേ ബൈ ഇലക്ഷനിൽ ഉമാ തോമസിന് 25,016 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ ആ ബൈ ഇലക്ഷന്റെ പോളിംഗ് ശതമാനം 68.75. ഈ
2 ബൈ ഇലക്ഷൻ, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന 2 ബൈ ഇലക്ഷൻ മാത്രം ഞാൻ എടുത്തു വെച്ചുകൊണ്ട് പറയാം. ഇനിയിപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പാലക്കാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോളിംഗ് ശതമാനം കുറയുന്നത് കൊണ്ട് UDF ഒന്നും ആശങ്കപ്പെടാനില്ല. ഒരു സംശയവും ഞങ്ങൾക്കതിലില്ല. കാരണം അതിലൊരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ജനങ്ങളുടെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ എല്ലാ വിഷയങ്ങളും ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന വിഷയങ്ങൾ, സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് എൻക്യാഷ് ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയത് ഒരേ ഒരു മുന്നണി UDF ആണ്. കാരണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും മറ്റ് പല കാര്യത്തിലായാലും, കർഷകരോട് ചെയ്യുന്ന കൊടുംചതിയുടെ കാര്യത്തിലായാലും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 8.5 വർഷക്കാലം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് ജനകീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോലും അവര് സന്ദീപ് വാര്യർ വന്നതിനെ കുറിച്ച് വാർത്ത കൊടുക്കുന്നൊക്കെ. 8.25 വർഷം ഭരിച്ച ഒരു സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുക്കാൻ അവർക്ക് ശേഷിയില്ല. അവര് പാണക്കാട്ട് തങ്ങളെ ചീത്ത പറയുന്നു, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിന് ആക്ഷേപിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി തെരയാൻ പോകുന്നു, സ്പിരിറ്റ് കടത്തി, കള്ളപ്പണം കടത്തിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നൊക്കെ പറയുന്നു. അതിന്റെ അർത്ഥം ഇവിടുത്തെ എക്സൈസ് വകുപ്പ്, ഇവിടുത്തെ പോലീസും ആഭ്യന്തര വകുപ്പും പൂർണ്ണ പരാജയമാണെന്നുള്ളത് യാഥാർത്ഥ്യം വേറൊരു വശത്തുണ്ട്. അതൊക്കെ മറ്റൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. ഞാൻ അതിലേക്കൊന്നും കടക്കാതെ ഞാൻ പറയുന്നത്, ജനങ്ങൾ തീരുമാനിച്ചു. ആ ജനങ്ങൾ UDF അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച മുഴുവൻ ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു രീതിയിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ CPM വേണ്ടി മാത്രം ചിഹ്നം കണ്ട് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഇന്ന് ചിഹ്നം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ട് ഒരു വാക്ക് പോലും അവർക്ക് പറയാൻ പറ്റാത്ത ഗതികേടിൽ സഖാക്കന്മാർ പോളിംഗ് ബൂത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാകണം. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കേരള കാര്യമായ വോട്ട് ഉയർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്ന കാര്യം. സജീവത ഉണ്ടായിരുന്നു എന്നാണ് കാണുന്ന കാര്യം. ആരും മാറിയതായിട്ട് കാണുന്നില്ല. CPM ക്യാമ്പിനകത്തെല്ലാം നമ്മൾ കണ്ടത് വലിയ ആവേശമാണ്. സമീപകാലത്തെങ്ങും ഇല്ലാത്ത ഒരു പോരാട്ടം കണ്ടതാണ്. അവരവരുടെ സ്ഥാനാർത്ഥി കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കുന്നത് കണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ ഒരു വിഡ്രോവൽ മൂഡിലായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും? അതുപോലെ ഇന്നത്തെ കണക്ക് നോക്കിയാലും അവർക്ക് അവരുടെ പ്രതീക്ഷയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല സജീവതയാണ്. ജിൻഡോ, അല്ല നിഷാദ്, എനിക്ക് അതിൽ താങ്കൾ പറഞ്ഞ ഒരു പോയിന്റിനോട് യാതൊരു എതിർപ്പുമില്ല. കാരണം അവരുടെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണല്ലോ കോൺഗ്രസിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് BJP ചർച്ച ചെയ്ത് സീറ്റ് കിട്ടാതെ CPM ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ സീറ്റ് കൊടുത്ത് അവർ മത്സരിപ്പിച്ചത്. വിസിബിലിറ്റി ഉള്ള ഒരു CPM കാരൻ ആ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കോൺഗ്രസിൽ നിന്ന് നമ്മളിങ്ങനെ സ്വന്തം പാർട്ടിയുടെ ചിഹ്നം, ധാർമ്മികത അതൊക്കെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയണം? അല്ല നിഷാദ്, ഞാനത് പറയും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് AK ബാലനെ പോലുള്ള ആളുകൾ കേരളത്തിലെ സഖാക്കന്മാരോട് കരഞ്ഞതെന്താ? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയാൽ നമ്മുടെ ചിഹ്നത്തിന് പകരം എലിപ്പെട്ടി, ഈനാമ്പേച്ചി, മരപ്പെട്ടിയൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ടല്ലേ കേരളത്തിന് പുറത്ത് 3 MP മൊത്തം MP 4 ഉള്ളൂ. അതിൽ 3 MP കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളുമുള്ള ഇന്ത്യ മുന്നണിയുടെ വോട്ട് കൊണ്ടാണ് അവർക്ക് ജയിച്ചത്. കേരളത്തിൽ ഒരു MP മാത്രമേ അവർക്ക് ഉണ്ടായുള്ളൂ അല്ലേ? അപ്പൊ ചിഹ്നം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് വലിയ വിലാപം ഉയർത്തിയ പാർട്ടിയുടെ നേതാക്കന്മാർ സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും പറ്റാത്ത അത്രത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു പാർട്ടിക്ക് വിസിബിലിറ്റി ഉണ്ടാക്കാൻ കോൺഗ്രസിൽ നിന്ന് കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം. 2, അവർ വലിയ ആവേശത്തിലായിരിക്കും. എല്ലാവരും ആവേശത്തിലല്ലേ? കോൺഗ്രസ് ക്യാമ്പ്, BJP ക്യാമ്പ്, CPM ആളുകൾ എല്ലാവരും ആവേശത്തിലാണ്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ആവേശം കെട്ടടങ്ങിക്കോളും. തൃക്കാക്കരയും അതുപോലെ പുതുപ്പള്ളിയിലും ബൈ ഇലക്ഷന്റെ പോളിംഗ് ശതമാനം കുറവായിരുന്നു. പക്ഷേ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ച ചരിത്രം ഞങ്ങളിവിടെ വെക്കുകയാണ്. ശരി, TM ശശി, CPM സംബന്ധിച്ച് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ അമ്പേ പരാജയപ്പെട്ട ഒരു പാർട്ടി, ഒരു മുന്നണിയുമാണ്. ഇത്തവണ നിങ്ങൾ സരിനെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടി, നിങ്ങൾക്കൊരു ബഹളം ഉണ്ടാക്കാൻ പറ്റി. അതിനപ്പുറത്തേക്ക് നിങ്ങൾ വിജയിക്കുമെന്ന കോൺഫിഡൻസ് ഈ രാത്രിയിൽ പറയാൻ ധൈര്യപ്പെടുന്നുണ്ടോ നിങ്ങളെന്നാണ് ഞാൻ ചോദിക്കുക. ഓക്കെ, നിങ്ങൾ നില മെച്ചപ്പെടുത്തും, ചിലപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വന്നേക്കും എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. അതിനപ്പുറം ഞങ്ങളാണ് പാലക്കാട് വിജയിക്കാൻ പോകുന്നത് എന്ന് കണക്കുകളെ മുൻനിർത്തിക്കൊണ്ട് CPM പോലൊരു പാർട്ടി കുറച്ചുകൂടി കൃത്യമായ കണക്കൊക്കെ ഉണ്ടാക്കാൻ മെക്കാനിസം ഉള്ള പാർട്ടിയാണല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കണക്ക് എന്താണ് ഈ രാത്രിയിലെ? നിഷാദേ, ഞങ്ങള് ഇപ്പോ മറ്റ് 2 സഹപാനലിസ്റ്റുകൾ അവര് എവിടെ നിന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഈ പാലക്കാട് മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലെ അവസാനത്തെ വോട്ടും പരിശോധിച്ച് കണക്ക് തയ്യാറാക്കി അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. നില മെച്ചപ്പെടുത്തുമെന്നോ? ഇന്നെല്ലാം കഴിഞ്ഞല്ലോ. ഇന്നത്തെ എല്ലാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വോട്ടിംഗ് കഴിഞ്ഞു, എല്ലാ സംവിധാനവും കഴിഞ്ഞു. ഇനി ആത്മവിശ്വാസത്തിന് വേണ്ടിയോ നാളെ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ വെറുതെ എനിക്ക് ചാനൽ കയറിയെന്നൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാൽ ഞാനിതാ പറയുന്നത് എഴുതി വെച്ചോളൂ. ഇത് തൃക്കാക്കരന്റെയും പുതുപ്പള്ളിയിലേക്ക് ഞാൻ വരാം. ഇത് തൃക്കാക്കരയോ പുതുപ്പള്ളിയിലേക്കോ അല്ല, ഇത് വട്ടിയൂർക്കാവിന്റെ വെർഷൻ 2 ആണ് പാലക്കാട് നടക്കാൻ പോകുന്നത്.
എഴുതി വെച്ചോളൂ. 23-ാം തീയതി രാവിലെ പാലക്കാടിന്റെ നിയമസഭാംഗമായി ഡോക്ടർ സരിൻ ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ അവിടെ അത് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇവർ പറയുന്നത് പുതുപ്പള്ളിയും തൃക്കാക്കരയെന്നാണ്. പുതുപ്പള്ളിയും തൃക്കാക്കരയുടെ സാഹചര്യമല്ല പാലക്കാട്. തൃക്കാക്കരയിൽ ഭർത്താവ് മരിച്ച് അതിന്റെ ആനുകൂല്യത്തിൽ അതിന്റെ സഹതാപ തരംഗത്തിലാണ് ഉമാ തോമസ് MLA ആവുന്നത്. പുതുപ്പള്ളിയിലും വ്യത്യസ്തതയല്ല. അച്ഛൻ മരിച്ച ഒഴിവിൽ മകൻ MLA ആവുന്നു. അതിന്റെ സഹതാപ തരംഗം പ്രത്യേകമായി അവിടെയുണ്ട്. പുതുപ്പള്ളിയിലും അങ്ങനെ ഉണ്ടാവുന്നു. മറിച്ച് പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് ഇവർ വിളിച്ചു വരുത്തി, അനാവശ്യമായി ക്ഷണിച്ചു വരുത്തിയ തെരഞ്ഞെടുപ്പാണ് പാലക്കാടിൻ്റെത്. നിങ്ങൾ ചേലക്കരയൊന്ന് ചോദിക്കും, ഞാൻ പറയാം. ചേലക്കരയിലേക്ക് ഞാൻ വരാം. പാലക്കാട് പ്രത്യേകമാണ്. ചേലക്കരന്റെ പ്രത്യേകത എന്താ? ചേലക്കര എന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആലത്തൂർ സീറ്റ് ഞങ്ങൾക്ക് നഷ്ടമായപ്പോ ഞങ്ങൾക്ക് ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെ കൊടുത്ത് ആ മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് തിരിച്ചു പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. പക്ഷേ പാലക്കാട് അങ്ങനെയല്ല. വടകരയിൽ ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ MP ആണ്, അതിനു മുമ്പ് കോൺഗ്രസിന്റെ MP ആണ്, അതിനു മുമ്പും കോൺഗ്രസിന്റെ MP ആണ്. തുടർച്ചയായി കോൺഗ്രസിന്റെ MP 10,000-കണക്കിന് വോട്ടുകൾക്ക് ജയിച്ചു വരുന്ന മണ്ഡലത്തിലേക്ക് പാലക്കാട് കേവലം 3000 ചില്ലാനം വോട്ടിന് ജയിച്ച് എങ്ങാനും ഒന്ന് പാളിയാൽ ഇവിടെ BJP ജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടും BJP ഡീല് ധാരണയാക്കിയതിന്റെ ഭാഗമായി ഇവിടെ നിന്ന് നേരെ വടകരയ്ക്ക് പോവാണ്. വടകരയ്ക്ക് മുമ്പ് വടകരയിലെ സ്ഥാനാർത്ഥിയായി വടകരയിൽ MP ആയിരുന്ന K. മുരളീധരൻ തൃശ്ശൂർ വരുന്നു. തൃശ്ശൂരിലെ സീറ്റ് എങ്ങനെയാണ് BJP കിട്ടിയെന്നുള്ളതിൽ നമ്മുടെ കണക്കുണ്ട് വ്യക്തമായിട്ട്. അപ്പൊ പാലക്കാട് ജനത കോൺഗ്രസിനോട്, നിലവിലുള്ള MLA ഷാഫി പറമ്പിലോട് കടുത്ത വിരോധം. ആ വിരോധം എന്താ വിഷയം എന്നറിയോ? ഇവർ അനാവശ്യമായി ക്ഷണിച്ചു വരുത്തിയ തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളതാ. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എല്ലാ നിലയിലുമുള്ള തിരിച്ചടി കൊടുക്കാൻ പാലക്കാട് ജനത മാറി നിൽക്കുന്നു, തിരിച്ചു തീരുമാനിച്ചു നിൽക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം എന്തറിയോ? തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാവരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിഷാദ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെല്ലാം പാലക്കാട് വന്നിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. പാലക്കാടിലെ സ്ഥിതി എന്തായിരുന്നു? നിങ്ങൾ നോക്കുക, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി എടുക്കുന്ന രണ്ട് വിഷയം എന്താ? ഒന്ന്, ആ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ മുന്നണിയുടെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 8.5 കൊല്ലം കൊണ്ട് ഈ കേരളത്തിലെ സർവ്വ മേഖലയിലും കേന്ദ്രം എല്ലാ നിലയിലും നമ്മളെ പ്രതിസന്ധി ഉണ്ടാക്കി, നമ്മളെ തടഞ്ഞു നിർത്തി, നമ്മളെ ഉപരോധം സൃഷ്ടിച്ചു. വിവിധങ്ങളായ കുഴപ്പങ്ങൾ ഗവർണർ ഉപയോഗിച്ച് നടത്തുന്നു, കേന്ദ്ര ഗവൺമെന്റ് സാധ്യത വെച്ച് നടത്തുന്നു. ഇതെല്ലാം ഉണ്ടാവുമ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കേരളത്തിലെ പൊതുവായ സംവിധാനങ്ങളെയും സംരക്ഷിക്കാൻ വിവിധങ്ങളായ കഷ്ടപ്പെട്ട് പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാരിന് കരുത്ത് കൊടുക്കണമെന്ന് ഈ കേരളത്തിലെ ജനത തീരുമാനിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു അവസരമാണ് പാലക്കാട്. സ്വാഭാവികമായി പാലക്കാട് ജനത അതിനനുസരിച്ച് തന്നെ പ്രതികരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സ്ഥാനാർത്ഥി, ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ. ഒന്ന്, ആ മുന്നണി എന്ന നിലയിൽ ആ പാലക്കാട്ടിലെ ആ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സ്വീകാര്യത, അതൊന്ന്. രണ്ടാമതോ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ വരുമ്പോൾ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഡോക്ടർ സരിൻ വെച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ഒന്ന്, പാലക്കാട് ഉൾപ്പെടെയുള്ള കേരളത്തിൽ കോൺഗ്രസിന്റെയും BJPന്റെയും ഡീലിൽ പ്രതിഷേധിച്ചാണ് സരിൻ വരുന്നത്. ഇവിടെ ഒറ്റ രാത്രി കൊണ്ട് വന്നോ? ഒരു രാത്രി കൊണ്ട് വന്നതല്ല. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലിൽ പ്രതിഷേധിച്ചാണ്. അവർ തമ്മിലുള്ള അന്തർധാര ശക്തമായപ്പോ ഒരു ചെറുപ്പക്കാരൻ സിവിൽ സർവീസ് രംഗത്ത് സജീവമായി നിന്ന് അങ്ങനെ ഉയർന്ന ചുമതലകളിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹം ഈ കേരളത്തിന്റെ, ഈ രാജ്യത്തിന്റെ പൊതുവായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാൻ, അതിൽ മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്ന് ഇടപെടാൻ കോൺഗ്രസിന്റെ ഒരു മഹത്തായ പാരമ്പര്യം ചിന്തിച്ച് കോൺഗ്രസിലെത്തിയ ആ ചെറുപ്പക്കാരൻ കാണുന്നത് BJPയുമായി ഡീലുണ്ടാക്കി ഏകാധിപത്യ രീതിയോടുകൂടി VD സതീശനും ഷാഫി പറമ്പിൽ പെരുമാറുന്നതാണ്. അയാൾ അതിന് സ്വാഭാവികമായിട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. അങ്ങനെ പ്രതിഷേധം തീർത്തപ്പോ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ എന്ത് ചെയ്യും? പുറത്താക്കിയപ്പോ മതനിരപേക്ഷതയിൽ ഏറ്റവും നന്നായി ഉറച്ചു നിൽക്കുന്ന ഈ കേരളത്തിലെ ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും ജനങ്ങളെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം ചേരേണ്ടതാണ് എന്ന് ഡോക്ടർ സരിൻ തീരുമാനിച്ചപ്പോഴാണ് CPM-മായി വന്നത്. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പാലക്കാട് വരുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ എല്ലാ ഘടകങ്ങളും നിശ്ചയിക്കും, എല്ലാ ഘടകങ്ങളും ആലോചിക്കും. ആ നിലയിൽ ഒരു മികച്ച മുദ്രാവാക്യം വെച്ച് കോൺഗ്രസിന്റെ ഏകാധിപത്യത്തിൽ പ്രതിഷേധിച്ച് BJPയുടെ ഡീലിൽ പ്രതിഷേധിച്ച് വരുന്ന ഒരു ചെറുപ്പക്കാരൻ നിലയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി. എന്താ തെറ്റ്? ഇടതുപക്ഷ ജനാധിപത്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. വലിയ സ്വീകാര്യത കിട്ടി. 2 ഘടകങ്ങളാണ് സ്ഥാനാർത്ഥിയും വന്നിരുന്ന ഇടതുപക്ഷ മുന്നണിയും. ആ രണ്ടും. രണ്ടാമതോ, ഇനിയോ ഈ തെരഞ്ഞെടുപ്പിന് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ നോക്കൂ, തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ എടുക്കേണ്ടത് ഒന്ന്, പ്രചരണ രംഗം. സ്ഥാനാർത്ഥി ലോഞ്ചിങ് ഉണ്ടാവും, കൊട്ടിക്കലാശം ഉണ്ടാവും, വിവിധ പ്രചരണങ്ങൾ ഉണ്ടാവും, സ്ഥാനാർത്ഥിയുടെ രീതികൾ ഉണ്ടാവും. ഇതെല്ലാം ജനങ്ങൾ കാണുകയല്ലേ? കഴിഞ്ഞ ഒരു 1.5 മാസമായി ഈ പാലക്കാട് ജനത മുഴുവൻ കാണാണ്. പ്രചരണ രംഗത്ത് ഒരു നിലയിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ
BJP-യുടെ അയലത്ത് വരാൻ പറ്റില്ല. പിന്നെ സ്ഥാനാർത്ഥി ഒന്ന് നോക്കൂ, ഒരു പൊതു ചടങ്ങിൽ വെച്ചിട്ട് BJP-യുടെ ആളുകൾക്ക് കോൺഗ്രസിന് കൈ കൊടുക്കാൻ മടിയില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സുരേന്ദ്രനുമായി കൽപ്പാത്തി തേരിനോട് വെച്ച് സ്വകാര്യം ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമെന്ന് നിങ്ങൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതേ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് താങ്കൾ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയുന്ന കാര്യം. ഒപ്പം ഈ വാചകം ഓർത്തു വെച്ചോളൂ എന്ന ആത്മവിശ്വാസവും അതുകൂടി ഞാൻ എടുക്കുന്നു. ബാക്കിയെല്ലാം താങ്കൾ നേരത്തെ തന്നെ നമ്മൾ CPIM അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ പറയുന്ന ഒരു ഫാക്ടേഴ്സാണ്. ഞാനൊന്ന് പറയാം. ശ്രീ ഷാബു പ്രസാദ് കൂടി നമ്മോടൊപ്പം. ശ്രീ ഷാബു പ്രസാദ്, കേരളത്തിലെ BJP-യുടെ പ്രവർത്തനങ്ങളെ ചിലപ്പോഴൊക്കെ വിമർശനാത്മകമായി കൂടി സമീപിക്കുന്ന ഒരു BJP സിമ്പതൈസറാണ് താങ്കളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുറത്ത് നോക്കുമ്പോൾ താങ്കൾ പാലക്കാട്ട്, കാരണം വലിയ സാധ്യത ഉണ്ടായിരുന്ന ആ നിലയ്ക്ക് വളർച്ചയുള്ള ഒരു മണ്ഡലമാണല്ലോ പാലക്കാട്. അവിടെ സ്ഥാനാർത്ഥി നിർണയം, പ്രചാരണത്തിൽ കാണിക്കുന്ന സൂക്ഷ്മത, സ്ട്രാറ്റജീസ് എല്ലാം കൂടി പരിഗണിച്ചിട്ട് താങ്കൾ പറയൂ, പുറത്തു നോക്കുമ്പോൾ BJP ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമോ? ആദ്യം ഞാൻ പറയാം, അവിടെ തീർച്ചയായിട്ടും BJPക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി BJPക്ക് ഒരു എഡ്ജ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. എല്ലാവരും ഇപ്പോൾ ഏറ്റവും അവസാനമുണ്ടായ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യരുടെ ഈ ഇഷ്യൂ ആണ്. സത്യത്തിൽ ഈ സന്ദീപ് വാര്യർ ഇഷ്യൂ BJPക്ക് അവിടെ ഗുണകരമായിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കാണാതിരുന്ന ഒരു വല്ലാത്ത ഉണർവും വാശിയും അവിടെ സംഘപരിവാർ പ്രവർത്തകരിലും സംഘപരിവാർ അനുകൂലികളിലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോകുമ്പോൾ അവർ കോൺഗ്രസ്സിന് കൊടുത്തിരുന്ന ഒരു ഉറപ്പുണ്ട്. അതായത് 9 കൗൺസിലർമാരെ കൊണ്ടുപോകും, 100ഓളം പ്രവർത്തകരെ കൊണ്ട് ചെല്ലും, അങ്ങനെ മുനിസിപ്പൽ ഭരണം താഴെ വീഴും, കോൺഗ്രസ്സിന് മുനിസിപ്പൽ ഭരണം കിട്ടും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഇത്രയും വാഗ്ദാനങ്ങൾ വിശ്വസിച്ചിട്ടാണ് ആ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിൽ നിന്ന് KC വേണുഗോപാൽ വിമാനം പിടിച്ച് കോയമ്പത്തൂർ വന്നതും ഈ നാടകങ്ങളെല്ലാം നടന്നത്. അവസാനം സന്ദീപ് വാര്യരുടെ കൂടെ പോകാൻ ഒരു കുട്ടി പോലും ഉണ്ടായില്ല, സന്ദീപ് വാര്യർ മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് അവിടെ ഉണ്ടാക്കി അതിനെ തുടർന്ന് അവിടെ ഉണ്ടായ ആ BJP പ്രവർത്തകരിലുണ്ടായ സംഘപരിവാർ പ്രവർത്തകരിലുണ്ടായ ഒരു പുത്തൻ ഉണർവ് കൂടിയുണ്ട്. ഇതെല്ലാം കൂടി വർക്ക് ചെയ്തിട്ട് അവിടെ ഈ അവസാന ദിവസങ്ങളിൽ വളരെ വലിയൊരു മുന്നേറ്റം BJPക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല, കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 18 വർഷമായി കൃഷ്ണകുമാർ ആ പാലക്കാട് മണ്ഡലത്തിൽ ഈ ഇലക്ഷൻ നടക്കുന്ന ആ പാലക്കാടിൻ്റെ ഹൃദയത്തിൽ താമസിച്ച് അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകി അവിടുത്തെ ജനപ്രതിനിധിയാണ്. പല വട്ടം കഴിവ് തെളിയിച്ച, പല പ്രാവശ്യം വിജയിച്ച അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ. അല്ല, അത്രയും കാലമായി തുടരുന്ന ഒരാളോട് ഉണ്ടാകാവുന്ന ഒരു സിമ്പതിയുണ്ട്, ഇഷ്ടമുണ്ട്, ജനപ്രീതി, അക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായി ഉണ്ടാവാനിടയുള്ള തർക്കങ്ങളും വിപ്രതിപത്തിയും കൂടെ ഉണ്ടാകുമല്ലോ പാർട്ടി അകത്തും. ഉണ്ടാകും. അതാ ഞാൻ പറഞ്ഞതാ, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ ഈ സന്ദീപ് വാര്യർ ഫാക്ടർ കാരണം അതും കൂടെ അങ്ങ് ഒഴുകിപ്പോയിട്ടുണ്ട്, അതും കൂടെ ഇല്ലാതായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണത്. എന്ന് വെച്ചാൽ സന്ദീപ് വാര്യർ ചെന്ന് ചേക്കേറിയ കോൺഗ്രസിനെ തോപ്പിച്ച് അടങ്ങൂ എന്ന വാശി. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ കറക്റ്റാണത്. കാരണം ഇല്ല, അങ്ങനെ ഒരു വാശി അവിടുത്തെ പുതിയ ഒരു വല്ലാത്തൊരു ഇതുണ്ടായിട്ടുണ്ട് അവിടെ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. പിന്നെ എത്രയോ കാലമായിട്ട് അവിടെ വളരെ BJP നല്ല ക്രമാനുഗതമായ വളർച്ചയും ശക്തിയും കാഴ്ചവെക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്, കേരളത്തിലെ. അങ്ങനെ പല ഘടകങ്ങൾ ഒത്തുചേർന്ന് ഇവിടെ ഇത്തവണ BJPക്ക് അവിടെ ഒരു എഡ്ജ് ഉണ്ട് എന്ന് തന്നെയാണ് ഒരു കാര്യമുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അസംബ്ലി സ്പ്ലിറ്റ് എടുത്ത് നോക്കിയാൽ കോൺഗ്രസിന് വലിയ ശുഭകരമായ സാധ്യതകളുണ്ട്. കഴിഞ്ഞ തവണ നിങ്ങളെ സഹായിച്ച പലതരം ഘടകങ്ങൾ ഇത്തവണ ഇല്ല എന്നതുകൂടി കാണുക. സ്ഥാനാർത്ഥി നിർണയത്തിന് സമയത്ത് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ അത് സന്ദീപ് ഇഷ്യൂ എന്നോടെ കവറപ്പ് ചെയ്തു എന്ന് താങ്കൾ പറഞ്ഞു. എന്നാൽ തന്നെയും ഈ BJP സ്ഥാനാർത്ഥിയെ BJPയുടെ താമരയ്ക്കും കാവിക്കൊടിക്കും അപ്പുറത്ത് സ്വീകരിച്ച ഒരു ജനക്കൂട്ടം ഉണ്ടായത് ഈ ശ്രീധരൻ വന്നപ്പോഴാണ്. അതൊരു സ്പെഷ്യൽ ഫാക്ടറാണ്. ആ ഫാക്ടറൊന്നും ഇത്തവണ ഇല്ല എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. താഴേക്ക് പോലും വെച്ചാൽ കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ നിലനിർത്തിയ വോട്ടിനകത്ത് നിന്ന് ഒരിളക്കവും ഉണ്ടാവില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, ഒരു കാര്യമുണ്ട്, അതിന് ഞാൻ പറയാം. ഈ ശ്രീധരൻ
അന്ന് 2021 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ കഷ്ടിച്ച് 3000 വോട്ടിനാണ് അവിടെ ജയിക്കുന്നത്. അവസാന റൗണ്ടിലാണ് അദ്ദേഹം മുമ്പിൽ വരുന്നത്. ഈ സംഭവം അത് പല രഹസ്യമായും പരസ്യമായും പല CPM കേന്ദ്രങ്ങൾ സമ്മതിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീധരൻ തോൽക്കാൻ വേണ്ടി CPM ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. ഇത്തവണ CPM ക്രോസ് വോട്ട് ചെയ്യില്ല. CPMന്റെ വോട്ട് അവിടെ കൂടുക തന്നെ ചെയ്യും. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് അവിടെ കൂടും. CPM ഇത്തവണ ക്രോസ് വോട്ട് ചെയ്യില്ല. ആ ക്രോസ് വോട്ട് എന്ന ഫാക്ടർ അവിടെ ഉണ്ടാവില്ല, ഒരു സംശയവും വേണ്ട. അപ്പോൾ അവിടെ CPMന്റെ ഇത്തവണത്തെ ആവേശ മത്സരം നിങ്ങൾ വളരെ ഹോപ്പ്ഫുൾ ആയി കാണുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് BJPക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഈ സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയപ്പോൾ ഈ അവസാന ദിവസങ്ങളിലുണ്ടായ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലെ ഒരു കൺഫ്യൂഷൻ, ഇപ്പം സത്യത്തിൽ ഈ LDFും UDFും തമ്മിലുള്ള പ്രധാന തർക്കവിഷയം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട തർക്കവിഷയം, ആരാണ് നരേന്ദ്രമോദിയെയും BJPയെയും കൂടുതൽ തെറി വിളിക്കുന്നത്? ഈ ഒരു മത്സരമാണ്. ഇതാണല്ലോ പ്രധാന കോമ്പറ്റീഷൻ ഐറ്റം. ഇതിലെ ഗപ്പാർക്കാണെന്നുള്ളതാണല്ലോ പ്രധാന വിഷയം. ഈ ഒരു സംഭവത്തിൽ ഇവർ തമ്മിലുള്ള മത്സരത്തിൽ സത്യത്തിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലുള്ള ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കൺഫ്യൂഷനിലാണ്. ഇതിൽ ആർക്ക് വോട്ട് ചെയ്യണം? മത്സരത്തിന്റെ പുതിയ ചിത്രം, പുതിയ സമവാക്യം ഗുണപരമാകുമെന്നാണ് TM ശശി. ഇപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം, നേരത്തെ നിങ്ങൾക്ക് അനുകൂലമാകാനുള്ള ഘടകങ്ങൾ എന്തായിരിക്കും എന്ന് പറഞ്ഞു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകമായ കണക്കുകളും സ്പ്ലിറ്റുകളും എടുത്തിട്ട് പറയാമോ? നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷാ നിർഭരം, നിങ്ങൾ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്ന കാര്യം പറയാമോ? ഒന്ന്. രണ്ടാമത്തേത് ഇതാണ്, അതായത് നിങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ കഴിയുമെന്ന് BJPയുടെ ഹോപ്പാണ്. നിങ്ങൾ ഇത്തവണ കുറച്ചുകൂടി ആവേശത്തിലായിരുന്നുവല്ലോ. അപ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ ചെതറിപ്പോകുമെന്ന കോൺഫിഡൻസ് ശശി താങ്കൾ കേൾക്കുന്നുവെങ്കിൽ, BJP വിരുദ്ധമായ വോട്ടുകൾ ചെതറിപ്പോകുമെന്ന BJPയുടെ കോൺഫിഡൻസ് ആണ് അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം. നമ്മൾ കാണേണ്ട കാര്യം, BJP അവിടെ വലിയ ബഹളം വെച്ചുള്ള പ്രചരണവും നടത്തിയില്ല. വേണമെങ്കിൽ നരേന്ദ്രമോദിയെ അമിത്ഷായെ ഒക്കെ കൊണ്ടുവന്നതേയില്ല. BJP ഒരു വലിയ വിസിബിൾ ഫാക്ടറാണെന്ന് തോന്നിപ്പിക്കുകയും അപ്പുറത്ത് വോട്ടുകൾ മുഴുവൻ ഒറ്റയടിക്ക് എങ്ങോട്ടെങ്കിലും ഒരിടത്തേക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയും ചെയ്യുക, അതുണ്ടാവരുതെന്ന് മറ്റിൽ അവർ വളരെ മയത്തിലാണ് പ്ലേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഫാക്ടർ ഉയർന്നു നിന്നില്ല, അവരടുത്തിട്ട് പണിയെടുക്കുകയും ചെയ്തു. നിങ്ങൾ അതിനെ ഭയപ്പെടുന്നേയില്ലേ? നിങ്ങൾ എനിക്ക് മറ്റേ ഹെഡ്ഫോൺ ഒന്ന് മാറിയത് കൊണ്ട് പറഞ്ഞത് മുഴുവൻ കേട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് വോട്ട് നിങ്ങളിലേക്ക് വരിക, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം, എങ്ങനെയാണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നാണ് നിഷാദ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയാണ്. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത്തെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളും കൂടി കീ പ്ലെയറായി വന്നതോടുകൂടി BJPയുടെ സാധ്യത കൂടി എന്ന BJPയുടെ ആത്മവിശ്വാസത്തെ കുറിച്ചുകൂടിയാണ്. ഒരു സംശയം ഒരു ഒട്ടും ഉണ്ടാവില്ല. BJPക്കും കോൺഗ്രസിനും ഈ കേരളം നൽകാൻ പോകുന്ന ഏറ്റവും വലിയ, ഞങ്ങൾ അതുകൊണ്ടാണ്, വേറെ സരിന്റെ ജയം മാത്രമല്ല നിഷാദെ, ഈ സരിൻ ജയിച്ചു എന്നുള്ള ഒരു തർക്കമില്ല, അവിടെ നിൽക്കട്ടെ. ഞാൻ ഇതിൽ പറയുന്നത്, പാർട്ടി ഇതിൽ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് സരിന്റെ ജയം മാത്രമല്ല, ഇത് കേരളത്തിലെ ജനങ്ങൾ BJPക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ആ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കുക, 8.5 കൊല്ലമായി ഈ കേരളത്തോട് ഒരു മനുഷ്യരോട് ചെയ്യുന്ന പണിയാണോ ഈ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഇന്നലെ വയനാടിലെ മൂന്ന് വാർഡിലെ പൂർണ്ണമായി ജനങ്ങൾ ഒലിച്ചുപോയി. നിഷാദ് കേട്ടില്ലേ V. മുരളീധരൻ എന്ന കേന്ദ്ര സഹമന്ത്രിയുടെ പ്രസ്താവന കേട്ടോ നിഷാദ്? ഈ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം വിഷമത്തിലുണ്ടായി. ഒരു മാധ്യമപ്രവർത്തനം ചോദിക്കുകയാണ്, ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി, നിങ്ങൾ എന്താണെന്നും സഹായിക്കാന്ന് ചോദിച്ചപ്പോൾ ഒരു നാട് മുഴുവൻ പോയോ? 3 വാർഡല്ലേ പോയുള്ളൂ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കേരളത്തോട് ക്രൂര മനസ്സ് കാണിക്കുന്ന BJPക്ക് കൊടുക്കാവുന്ന തിരിച്ചടിയാണ്. BJPക്ക് വോട്ടുണ്ടാവില്ല. മുനിസിപ്പാലിറ്റിയിലും മാത്തൂരും പിരായിരിയിലും കണ്ണാടിയിലും BJPക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടില്ല. ഷാബു പ്രസാദ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തോട് പറയണം, നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിനോട് പറയണം, ഇനിയും നിങ്ങൾ കേരളത്തെ ഈ നിലയിൽ വരിഞ്ഞു മുറുക്കാനാണെങ്കിൽ, ദ്രോഹിക്കാനാണെങ്കിൽ കേരളത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നിങ്ങൾക്കിനി ഭാവിയിൽ കിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിന് ഏറ്റവും വലിയ തെളിവാണ് വരിക. ഇവിടെ പണ്ട് CKP പത്മനാഭന്റെ കാര്യത്തിൽ തിരുവനന്തപുരത്തിൽ ഓർമ്മയില്ല നിഷാദിന്? അതുപോലെ ഈ പാലക്കാട് കണ്ട ഏറ്റവും വലിയ തിരിച്ചടി BJPക്ക് കിട്ടാൻ
പോകുന്നു. അതിന് ബി ജെ പിക്ക് അങ്ങനെ കിട്ടാനുള്ള കാരണം കേരളത്തോട് കഴിഞ്ഞ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ്. കേരളത്തിലെ ഈ പ്രളയം വന്ന സമയത്ത് അരി തന്നതിന്റെ പണം വാങ്ങിച്ചവർ, സഹായിക്കാൻ വേണ്ടി സൈന്യം വന്നപ്പോ അതിന്റെ പണം മേടിച്ചവർ, ഇവിടേക്ക് തരേണ്ട ന്യായമായ അവകാശങ്ങളൊന്നും തന്നില്ല, ഇവിടേക്ക് ഗ്രാന്റ് തരുന്നില്ല, ഇവിടേക്ക് കിട്ടേണ്ട ന്യായമായ റെയിൽവേ വികസനം നടക്കുന്നില്ല, ഇവിടേക്ക് കിട്ടേണ്ട എയിംസ് കിട്ടുന്നില്ല. കേരളത്തിലേക്ക് എന്തിന് പ്രളയം വന്നിട്ട് ഒന്നും നടക്കാത്ത സംസ്ഥാനങ്ങൾക്ക് 800 കോടി 1000 കോടി 2000 കോടി കൊടുക്കുമ്പോൾ നമുക്കൊരു രൂപ പോലും തന്നില്ല. പ്രധാനമന്ത്രി നാട് മുഴുവൻ ഇളക്കിയോടെ വന്നു, കേരളത്തിലെ എല്ലാ ആളുകളും കണ്ടു, എല്ലാ ചാനലുകളും കാണിച്ചു കൊടുത്തു, കുട്ടികൾക്ക് ഉമ്മ കൊടുത്തു, കുട്ടികൾ താടി തലവറുന്നതൊക്കെ കാണിച്ചു കൊടുത്തു, എല്ലാം വല്ലാണ്ട് പ്രചരിപ്പിച്ചു. പക്ഷേ വന്നതിന്റെ ചെലവ് കേരള സർക്കാർ മുടക്കിയെന്നല്ലാതെ കേരളത്തിൽ ഒരു രൂപ പോലും മുടക്കിയില്ല. അപ്പൊ ഈ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നേ. കേരളത്തിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇതിനേക്കാൾ നല്ലതായി, കാരണം ബി ജെ പി ജയപ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം. അതുകൊണ്ട് ബി ജെ പിക്ക് ഇതിനേക്കാൾ നല്ലൊരു തിരിച്ചടി കൊടുക്കാനില്ല. ഇങ്ങനെ തിരിച്ചടി കൊടുത്താൽ ഇനിയെങ്കിലും അവർ തിരുത്തു വന്നതുകൊണ്ട് ബി ജെ പിക്ക് നല്ല തിരിച്ചടി കൊടുക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല. ബി ജെ പി വോട്ട് വല്ലാണ്ട് കുറയും. പിന്നെ കോൺഗ്രസിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ ഒരേപോലെയാണ് കോൺഗ്രസിന് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടത് കൈയിൽ മൃദുഹിന്ദുത്വം നടത്തുക, വലത് കൈയിൽ ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുക. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ പോകാൻ പറ്റുക? ഞങ്ങൾ തുറന്നു പറയാണ്, ഞങ്ങൾ ആർ എസ് എസിനോട് എടുക്കുന്ന അതേ സമീപനമാണ് മുസ്ലിം തീവ്രവാദ സമീപനം സ്വീകരിക്കുന്ന സംഘടനകൾ എടുക്കുന്നത്. അവർക്ക് അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോ കോൺഗ്രസിന്റെ ഈ സമീപനം, പാലക്കാട് കോൺഗ്രസും ബി ജെ പി തമ്മിൽ ഡീൽ എന്ന് പറയുന്നത് പാലക്കാട്ടിലെ മണ്ഡലംകാർക്ക് അറിയുവേ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി 10 കൊല്ലം, അന്വേഷണ വെറുതെ കണക്കൊന്ന് നോക്കിയാൽ മതി, 10 കൊല്ലമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുന്നത്. 13 കൊല്ലമായി പാലക്കാട് എം.എൽ.എ ഷാഫി പറമ്പിലാണല്ലോ. നിങ്ങൾ വന്ന് പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ, മുനിസിപ്പാലിറ്റിയിൽ റോഡില്ല. മുനിസിപ്പാലിറ്റി റോഡിന് മര്യാദയ്ക്ക് റോഡിൽ പോകാൻ പറ്റില്ല. അവിടെ ടൗൺ ഹാളിൽ ഈ 14 ജില്ലയിൽ മുനിസിപ്പാലിറ്റിക്ക് ടൗൺ ഹാൾ ഇല്ലാത്ത ഏക ജില്ലയാണ് ഈ പാലക്കാട് ജില്ല. റോഡില്ല, വെളിച്ചമില്ല, സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഈ സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും 50 രൂപയും 100 രൂപയും ഹരിതകർമ്മസേന യൂസർ ഫീ വാങ്ങിക്കുമ്പോൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം 300 രൂപയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, പാലക്കാട് എം.എൽ.എ അല്ലേ, ഒരു സമരം യൂത്ത് കോൺഗ്രസ് ഉണ്ടാവില്ല, ഒരു സമരം ഉണ്ടാവില്ലേ? ഞാനൊന്ന് പറയട്ടെ, ഇപ്പൊ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പാണ് 4 വർഷം മുമ്പ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ RSSന്റെ പതാക ഉയർത്തിയവർ, RSSന്റെ ബാനർ തൂക്കി. അന്നും പാലക്കാട് എം.എൽ.എ ഇവിടെ ഷാഫി പറമ്പിലായിരുന്നു. ഞാൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോ അവിടേക്ക് ദേശീയ പതാകയുമായി പോയ ഡിവൈഎഫ്ഐ ആണ്. ഞങ്ങളാണ് സമരത്തിലുണ്ടായിരുന്നത്, ഞങ്ങൾ കേസിൽ പ്രതിയായവരാണ്. ഇവിടെ എം.എൽ.എ എന്നുള്ള ഒരു പ്രസ്താവന കണ്ടിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്കെതിരെ ഒരു FB പോസ്റ്റ് കണ്ടിട്ടുണ്ടാവോ? ബി ജെ പിക്കെതിരെ ഒരു സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? അപ്പൊ പാലക്കാട് ജനത മനസ്സിലാക്കി, ഇത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലിന്റെ ഡീലാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കേണ്ടത് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണെന്ന് പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിനും ബി ജെ പിക്കും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് കിട്ടില്ല. ബി ജെ പിയുടെ സർക്കാരിനെതിരായ ജനങ്ങളുടെ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സർക്കാരിനെ കുറിച്ചുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന ചോദ്യം കൂടിയുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ജിൻഡോ, ഇവിടെ നിങ്ങൾ നിരന്തരമായി പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, ആരെയൊക്കെ നിർത്തിയാലും ഏതൊക്കെ ചിത്രം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും പോരാട്ടം ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് എന്നാണ്. ഇന്നിപ്പോൾ CPM വലിയ ആത്മവിശ്വാസം വഹിക്കുന്നു, CPMന്റെ കേന്ദ്രങ്ങളിലൊക്കെ വോട്ട് കൂടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, നിങ്ങൾ പറഞ്ഞതുപോലെയല്ല സരിനും അദ്ദേഹത്തിൻ്റെ മുന്നണിയും 2ാം സ്ഥാനത്ത് വന്നേക്കും എന്ന് കാണുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ടോ? നിഷാദെ, ഞാനത് പറയുന്നതിന് മുമ്പേ ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്തായാലും ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്, അവർ ജയിക്കും, കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോകും. ഇപ്പോൾ CPMന്റെ പ്രതിനിധി പറയുന്നത് സരിൻ ജയിക്കുമെന്നാണ്. 2ാം സ്ഥാനത്ത് ആര് വരുമെന്ന് അദ്ദേഹം കൂടി ഒന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറേ കൂടി എളുപ്പം കിട്ടും. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 3ഉം 4ഉം ഇരട്ടി ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. വോട്ട് ശതമാനം കുറഞ്ഞ മണ്ഡലങ്ങളെടുത്തോട്ടെ, ബൂത്തുകളെടുത്തോട്ടെ, ഏത് രീതിയിൽ വേണമെങ്കിലും പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറ്. ഞങ്ങൾക്ക് ഒരു തർക്കവും അതിലില്ല. ഇവർ ഉന്നയിച്ച ഓരോ വിഷയങ്ങളും ഇവരുടെ പാർട്ടിക്കാർക്ക് പോലും, ഇവരുടെ മുന്നണിയിലുള്ളവർക്ക് പോലും യോജിപ്പുണ്ടായിരുന്നില്ല. കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് ഇവർ ആശങ്കപ്പെടുന്നത്. ഈ സിറാജിലും സുപ്രഭാതത്തിലും കൊടുത്ത വാർത്തയെക്കുറിച്ചിട്ട് CPI ഇവരുടെ ഘടകകക്ഷിയുടെ ജില്ലാ സെക്രട്ടറിയുടെ എതിർപ്പ് എന്തായിരുന്നു? അഭിപ്രായ വ്യത്യാസമില്ലേ? ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീലപ്പെട്ടി തിരയാൻ പോയതിനെക്കുറിച്ച് ഇവരുടെ പാർട്ടിക്കകത്ത് അതിരൂക്ഷമായ അഭിപ്രായ വ്യത്യാസം മാധ്യമങ്ങളിലൂടെ വരെ പുറത്തു വന്നില്ലേ? ഇവരെടുത്ത ഓരോ പ്രചരണ വിഷയത്തിലും പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ,
ഏതറ്റം വേണമെങ്കിലും പറഞ്ഞോട്ടെ. 23-ാം തീയതി ഇതേ സമയത്ത് ഇതേ വേദിയിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. പിന്നെ കോൺഗ്രസിന് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ട് കയ്യിലുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. CPM-കാരാണ് പറയുന്നത്. ഞങ്ങൾ ഇത്രയും വർഗീയത പാലൂട്ടുന്ന ആളുകളാണെങ്കിൽ കേരളത്തിലെ ആലത്തൂർ ജയിച്ച കെ രാധാകൃഷ്ണൻ ഒഴിച്ച് ബാക്കി 3 MP-മാരെ നിങ്ങൾക്ക് കിട്ടിയത് ഇന്ത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടാണ്. രാജസ്ഥാനിലെ സിക്കറും അതുപോലെ തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ഉൾപ്പെടെയുള്ള മധുര ഉൾപ്പെടെ 3 MP-മാർ. ഈ 3 MP-മാരെ ഉണ്ടാക്കുന്ന സമയത്ത് CPM-ന്റെ പ്രതിനിധികളും CPM നേതാക്കന്മാരും അറിഞ്ഞില്ലേ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വവും അതുപോലെ ന്യൂനപക്ഷ വർഗീയതയും ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? അത് നിങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം 5 മാസത്തിനുള്ളിലാണോ ഇത്തരത്തിലുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നത്? നിങ്ങൾ പാണക്കാട്ട തങ്ങളെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എന്തൊക്കെയോ പറഞ്ഞ് ഈ കഴിഞ്ഞ 5 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്? മറ്റേ മുസ്ലിം ലീഗ് മതേതര കക്ഷിയാണ്, വലിയ കാഴ്ചപ്പാടുള്ള കക്ഷിയാണ്, അവർക്ക് കോൺഗ്രസ് UDF-നൊപ്പം നിന്ന ഒരു അംഗീകാരമില്ല, അവരെ അങ്ങ് ക്ഷണിച്ച് പുന്നാരിക്കല്ലായിരുന്നു നിങ്ങൾ. കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്തൊക്കെ ചീത്ത പറഞ്ഞു? ഇതൊക്കെ പറയാം. എന്നോട് ഒരു ചാനൽ ചർച്ചയിലിരുന്ന അനിൽകുമാർ, CPM-ന്റെ പ്രഖ്യാപിത ചാനൽ ചർച്ചയിലെ അവതാരകൻ അവരുടെ ഡിബേറ്റർ പറഞ്ഞാണ് മറ്റേ സന്ദീപ് വാര്യർ പാണക്കാട്ട് പോയത് ചീങ്കണ്ണിയുടെ പുറത്തിരുന്ന കുരങ്ങൻ്റെ പോലെയാണ്, അതുപോലെ പാണക്കാട്ട് മൂത്രം ഒഴിക്കാൻ പോയതാണെന്നൊക്കെ ചോദിച്ചു ആക്ഷേപിച്ച ചർച്ചയൊക്കെ കേരളത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടും ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടിയിട്ടൊക്കെ അഭിപ്രായം പറഞ്ഞാൽ അവർ നീതി നിഷേധം നേരിടുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയാൽ അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പ്രീണിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? ഒരൊറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. മുനമ്പം വിഷയം മാത്രം എടുക്കും നിഷാദെ. ഈ മുനമ്പം വിഷയത്തിൽ BJP അവരുടെ വർഗീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് പരമാവധി എണ്ണ ഒഴിച്ച് കത്തിച്ച് അത് നിലനിർത്തുന്നുണ്ട്. ആയിക്കോട്ടെ, സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വർഗീയതയ്ക്ക് പരമാവധി തീ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് ഇട നൽകിയത് CPM-ന്റെ സംസ്ഥാന സർക്കാരല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചേലക്കരയിൽ ബൈ ഇലക്ഷന് മുമ്പ് അവിടെ അവർ വഖഫ് ബോർഡിന്റെ നോട്ടീസ് അയക്കുകയാണ്. അതുപോലെ വയനാട്ടിൽ ഇലക്ഷന് മുമ്പ് അവരവിടെ നോട്ടീസ് അയക്കുകയാണ്. അവിടെയൊക്കെ BJP-ക്കാർ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ചെല്ലുന്നതിന്റെ പോസ്റ്റ്മാൻ ചെല്ലുന്നതിന്റെ ഒപ്പം തന്നെ BJP-യുടെ നേതാക്കന്മാർ പാഞ്ഞെത്തുകയാണ്. അപ്പൊ ഇവിടുന്ന് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ BJP-ക്കാർ അറിയുന്നത് കൊണ്ടല്ലേ? എന്നിട്ട് അവർ വലിയ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു. പാണക്കാട്ട് തങ്ങൾമാര് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകളുമായിട്ട് നടത്തിയ ആ ചർച്ച, അതിനുശേഷം ഒരു സമാധാന ആക്ഷേപിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, എനിക്കൊരു ബ്രേക്ക് എടുക്കണം. അതിനു മുമ്പ് 2ാം സ്ഥാനത്ത് സരിൻ വന്നേക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നിങ്ങളുടെ ഒരു അസസ്മെന്റ് പറയാമോ? താങ്കളിപ്പോൾ ജിൻഡോ 3 ഇരട്ടി വോട്ടിന് നിങ്ങൾ ജയിക്കാൻ പോകുന്നു കഴിഞ്ഞ തവണത്തെക്കാളെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ രണ്ടാമതാര് വരുമായിരിക്കുന്ന കാര്യത്തിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നാമത് വരുമെന്നുള്ള തർക്കമില്ല. രണ്ടാമത് എന്തായാലും CJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടും വരിക. CJP-യെ സംബന്ധിച്ചിടത്തോളം ചിഹ്നമുള്ള സ്ഥാനാർത്ഥിയായിരിക്കും സ്വാഭാവികമായിട്ട് രണ്ടാമത് വരിക. CJP-യുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന താമര ചിഹ്നമായിരിക്കും രണ്ടാമത് വരിക. ബാക്കി ഡെമ്മിയല്ലേ, ചിഹ്നം പോലും ഇല്ലാത്ത ഡെമ്മികൾ, പാർട്ടി സ്ഥാനാർത്ഥിയെ പോലും പിൻവലിച്ച് ഡെമ്മികളെ നിർത്തുമ്പോൾ അത്തരം സ്വതന്ത്ര ചിഹ്നങ്ങൾക്കൊക്കെ വോട്ട് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ നോട്ടേക്കാൾ താഴെ പോകാമായിരിക്കാം, ചിലപ്പോൾ കുറച്ച് കൂടുതൽ പിടിക്കാം. എന്തായാലും പോൾ ചെയ്യുന്ന വോട്ടിന്റെ പകുതിയിലധികം പിടിക്കുന്നു എന്നൊക്കെ പറയുന്ന അത്രത്തോളം മൗഢ്യമൊന്നും കോൺഗ്രസിനില്ല, UDF-നില്ല. ചർച്ചയിലേക്ക് വീണ്ടും TM ശശി, ഞാൻ നേരത്തെ വിട്ടുപോയൊരു ചോദ്യം, ഈ സ്ഥാനക്കണക്ക് നിങ്ങൾ എങ്ങനെയാണ് കണക്കൂട്ടുന്നത് അത് പറയാമോ? നിങ്ങൾ എന്തായാലും വിജയിക്കുമെന്ന് പറയുന്നു. എന്തുമാത്രം വോട്ടിന്റെ വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? പരമാവധി എത്ര വോട്ടുകൾ നിങ്ങൾക്ക് സമാഹരിക്കാൻ ഏതൊക്കെ വഴിയിലൂടെ കഴിഞ്ഞു എന്ന് പറയാമോ? പിന്നെ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷൻ എന്തായിരിക്കും എന്നുള്ള കാൽക്കുലേഷനും. ഞാനിത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് എനിക്കൊരു മറുപടി പറയാൻ കൂടി അവസരം വേണമെന്ന് ഞാൻ പറയണം. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ വരാം, തീർച്ചയായും ഞാൻ അത് തന്നെ തുടങ്ങുക. പക്ഷേ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ്, അതുകൊണ്ട് അതുകൂടി പറയാം. ഇവിടെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ജനങ്ങളെ നന്നായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ കാരണം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന, കേരളത്തോട് കാണുന്ന രാഷ്ട്രീയ വിരോധം നന്നായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതിന്റെ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടാണ് BJP-ക്ക് ഇത്തവണ ഒരു നിലയിലും അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് കിട്ടില്ല എന്ന് ഞാൻ അടിയോച്ച് പറയുന്നതിന്റെ വിഷയം അത് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റി. മറ്റൊന്ന്, കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വർഗീയ പ്രീണനം, ആ ന്യൂനപക്ഷ വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ അവർ നടത്തുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റി. ഇവിടെ SDPI ഔദ്യോഗികമായി നോട്ടീസ് തയ്യാറാക്കി പള്ളികൾ SDPI എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ നമുക്കറിയാം RSS-നെ പോലെ തന്നെ വെറുക്കേണ്ടവരായി ഞങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും വിലയിരുത്തുന്നവരാണ്. ആ SDPI-യെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവർ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് ഈ പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. അതോടുകൂടി അതങ്ങനെയായി. പിന്നെയോ, ആ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും അധികം ഗുജറാത്ത്
അതേപോലെ ഇവിടെ 4000 ആളുകളെ കൊന്ന ഒരു പ്രശ്നം തീർന്നു എന്ന് പറയുന്ന സന്ദീപ് വാര്യരെ പോലെ ഏറ്റവും മലീനസമായ ബി ജെ പിക്കാരോട് എല്ലാം നമ്മൾ ഇങ്ങനെ സമീപം സ്വീകരിക്കില്ലല്ലോ. അങ്ങനെ ക്രൂരമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ, സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറയാൻ പാടില്ലാത്ത, പ്രസ്താവിക്കാൻ പാടില്ലാത്ത വിവിധങ്ങളായ കാര്യങ്ങൾ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ രൂക്ഷമായി നടത്തുന്ന അവരെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അത് വലിയ കാര്യമായി നിലപാട് തള്ളാതെ തന്നെ RSS ആയി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ RSS ആയി നിന്നോ, ഞങ്ങളോട് നിന്നാൽ മതി എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെ കോൺഗ്രസ് വരുന്ന ആ കോൺഗ്രസിന്റെ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളെ ഞങ്ങൾക്ക് നന്നായി ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റി. മറ്റൊന്ന്, പാലക്കാട് മണ്ഡലത്തിൽ 13 കൊല്ലമായി മറ്റു മണ്ഡലങ്ങളിൽ ഉള്ളതുപോലുള്ള വികസനം വരാത്തത് ശ്രീ ഷാഫി പറമ്പിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി. മറ്റൊന്ന്, മുനിസിപ്പാലിറ്റിയിലെ ഈ വികസന മുരടിപ്പിനെ സംബന്ധിച്ച് ഒന്ന് ചർച്ച ചെയ്യാനോ ഇടപെടാനോ MLA നടപടി എടുക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയും BJP-യുമായി ഡീലുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി. ഇത്തരം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ പറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ 100% വിജയിക്കും എന്ന് ഉറപ്പ് ഞങ്ങൾക്കുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നൊരു കാര്യം, അദ്ദേഹം വളരെ നന്നായി പറയുന്ന വിഷയം എന്താ അറിയോ? ഇവിടെ മുസ്ലിം ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന എന്ത് നയമാണെന്നാ വളരെ ലളിതമായി നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും പ്രധാനമായി വിള്ളൽ വന്ന, ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ മനസാക്ഷിക്ക് തന്നെ വിഷമമുണ്ടാക്കിയ സംഭവമാണല്ലോ ബാബറി മസ്ജിദ് തകർത്തത്. ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ്. മറന്നു പോകേണ്ട ജിൻഡോ ജോസ്. കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദ് തകർത്തത്. ആ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് അവിടെ ഹൈന്ദവ തീവ്രവാദം നടത്തുന്ന RSSന് അതിനകത്തേക്ക് ശിലാന്യാസം നടത്താൻ വേണ്ടി അനുമതി കൊടുത്തത് കോൺഗ്രസ് ആയിരുന്നു. അവിടെ പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തത് നിങ്ങളായിരുന്നു. തർക്ക പ്രശ്നത്തിലേക്ക് രൂക്ഷമായി നിന്ന RSSന് അതുപോലെ തന്നെ ഈ അയോധ്യയിൽ ഈ കലാപം ഉണ്ടാക്കുന്നതിന് മുഴുവൻ അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ രാജ്യത്തിന്റെ ഭരണം കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. ഭൂരിപക്ഷ പ്രീണനം ഒരുപാടുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കും. ഒന്ന്, മറ്റൊന്ന്, ന്യൂനപക്ഷ പ്രീണനം എന്തൊക്കെ നടത്തുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞത് നിങ്ങളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പറഞ്ഞ കാരണം SDPIയോ ഞാൻ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ന്യൂനപക്ഷ വർഗീയത പ്രചരിപ്പിക്കുന്ന SDPIയോടെയോ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കണ്ട എന്നൊരു മടിയും കൂടാതെ തെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം മുമ്പ് ഇതേ സ്റ്റുഡിയോയിൽ ഇതേ ചെയറിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയോ നിങ്ങളുടെ നേതാക്കളോ ഒരാളെങ്കിലും ഈ നേരം വരെ ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി SDPIയോടുള്ള വർഗീയ സംഘടനകളുമായി ഒരു ബന്ധവും വേണ്ട, ചെയ്യേണ്ട നിങ്ങൾ പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പാണ് സ്വാഭാവികം. ഞാൻ ചോദിക്കുന്നത് ശശി, ഇപ്പൊ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കൂ, കഴിഞ്ഞ ദിവസം നിങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 2 പത്രങ്ങളിൽ പരസ്യം കൊടുക്കുകയാണ്. നോക്കൂ, ഇദ്ദേഹം വംശീയമായ പരാമർശങ്ങൾ നടത്തുന്ന, വർഗീയമായ പരാമർശങ്ങൾ നടത്തുന്ന, ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന, കലാപാഹ്വാനം നടത്തുന്ന ഒരാൾ കോൺഗ്രസിന്റെ പാളയത്തിലെത്തിയിരിക്കുന്നു, ഇയാൾക്കാണോ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള ഒരു പരസ്യം നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് കണ്ടു. നിങ്ങളോടൊരു ചോദ്യമുള്ളത്, നിങ്ങൾ വലിയ വർഗീയതയ്ക്കെതിരെ നിലപാടുള്ള ആളായിരുന്നെങ്കിലും കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇത്ര വലിയ ഹെയ്റ്റും ഇത്ര വലിയ വർഗീയതയും പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് എഴുതിയ കഥയാണല്ലോ ഇതൊക്കെ. നിങ്ങൾ വല്ല നടപടി എടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും വഴി വർഗീയ വേഷം ചീറ്റുന്ന എത്ര പേരെ നിങ്ങൾ കേസെടുത്തിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട്? എത്ര യൂട്യൂബ് ചാനലുകളെ പൂട്ടിയിട്ടുണ്ട്? അവർക്കെല്ലാം അഴിഞ്ഞാടാൻ നിങ്ങൾ അവസരം കൊടുക്കുന്ന പേരിൽ തെറ്റിപ്പറങ്ങിപ്പോയ ആളാണല്ലോ PV അൻവർ. അപ്പോൾ നിങ്ങൾ ഒരു വശത്ത് വർഗീയത ചീറ്റുന്നതെന്ന് പറയുക, അപ്പുറത്തെ വശത്ത് വർഗീയത ചീറ്റാൻ എല്ലാ തരത്തിലുമുള്ള മൗനസമ്മതം കൊടുക്കുക എന്ന ഡബിൾ പൊസിഷനുള്ളവരല്ലേ നിങ്ങൾ ഈ SDPയുടെ കാര്യം പറഞ്ഞ് ഇവരെ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ? ഇവിടെ SDPI ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും RSS ആണെങ്കിലും ഇവരെല്ലാം തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സമയാസമയങ്ങളിൽ ഇടപെടുന്നുണ്ട്. പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഈ നിയമത്തിന്റെ നൂലിനെ പിടിച്ചുകൊണ്ട് പറയലല്ല. ഞങ്ങളിപ്പോ ചെയ്ത വിഷയം എന്താ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, നിങ്ങൾ വാർത്തയാണ് കൊടുത്തത്. ശശി, താങ്കൾക്കറിയാലോ, താങ്കൾ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്. നിങ്ങളെപ്പോലും നിങ്ങളുടെ പാർട്ടിയുടെ പോലും അടിത്തറ മാന്തും വിധത്തിൽ വലിയ വർഗീയ വിദ്വേഷം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ആലത്തൂരിലും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന്റെ കണക്ക്, വോട്ട് ബേസ് എവിടെ നിന്നാണ് പോയെന്നൊക്കെ അറിയാലോ. ഹെയ്റ്റാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. നിങ്ങൾ ഒരു നടപടി എടുക്കുന്നില്ല, ഒരു കേസും എടുക്കുന്നില്ല, ഒട്ടും ടൈറ്റാക്കുന്നില്ല. നിങ്ങൾ വേറെ എടുക്കും. നിങ്ങൾ വിമാനത്തിൽ കയറി മുദ്രാവാക്യം വിളിച്ചാൽ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ വധശ്രമ കേസ് അകത്തിടാൻ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾ അവഗണിക്കുകയാണ്. നിങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് ഹേറ്റ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നതിൽ നല്ല ഇരട്ടത്താപ്പുണ്ട്. അതും പറയണം. ഇരട്ടത്താപ്പ് പറയുമ്പോൾ ഇവിടെ
കേരളത്തിൽ ഇത്തരം ആളുകൾക്കെതിരെ പരാതി കൊടുക്കുകയും പരാതിക്കനുസരിച്ച് കേസെടുക്കുകയും പരാതി ഇല്ലാത്തടത്ത് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വിവിധങ്ങളായ വിഷയങ്ങളിൽ കേസെടുത്തിട്ടുണ്ട്. അത്തരം മതവിദ്വേഷ പ്രചരണം നടത്തുന്നവർക്ക് എല്ലാവരും കേസെടുത്തിട്ടുണ്ട്. ഓരോന്നും ഞാൻ എണ്ണി പറഞ്ഞുതരാം. ഒന്ന് പറയട്ടെ, ഇത്തരം പ്രചരണം നടത്തുന്ന FB-യിലായിക്കോട്ടെ അത്തരം ആളുകൾക്ക് മതവിദ്വേഷം നടത്തിയവർക്കെല്ലാം കേസെടുത്തിട്ടുണ്ട്. കേസെടുക്കുമ്പോൾ എല്ലാവരും ജയിലിലടക്കില്ല. ഇതിനൊക്കെ നിയമപരമായ ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ച് കേസെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ പരസ്യം കൊടുക്കൽ എന്താ? പരസ്യം കൊടുത്തത് പരസ്യമല്ലല്ലോ. ഇങ്ങനെയുള്ള ആളുകളാണ് ഇവരുമായി കോൺഗ്രസ് കൂട്ടുകൂടുന്നു. ഇവർക്ക് ഈ കോൺഗ്രസിൽ പോകുന്ന സന്ദീപ് വാര്യർ എന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ, അവരെ വളരെ മോശമാക്കാൻ, അവരുടെ ഒരു നിലയിലും അംഗീകരിക്കാതെ സമീപനം സ്വീകരിച്ച സന്ദീപ് വാര്യർ എന്നത് അവരിപ്പോ കൂടെ കൂട്ടിയിരിക്കുന്നതാണ്. ഈ സന്ദീപ് വാര്യരെ കൂടെ കൂട്ടുമ്പോൾ ഇയാളുടെ സമീപനം ഇന്നതാണ്. അദ്ദേഹം RSSനെയോ BJPയോ തള്ളി പറഞ്ഞിട്ടല്ല വന്നത്. RSSന് ഇപ്പൊ നോക്കൂ, അദ്ദേഹം BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്നിട്ട് ഇന്നലെ പറഞ്ഞ എന്താ, എന്റെ സ്ഥലം ഞാൻ RSS കാര്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതാണ്. അതിനർത്ഥം RSSൽ നിന്നും വിടാതെ തന്നെ RSSന് പറഞ്ഞു. കോൺഗ്രസിൽ നിൽക്കുമ്പോൾ എന്താ മെച്ചെന്നറിയോ? കോൺഗ്രസ് നിൽക്കുമ്പോൾ മൃദുഹിന്ദുത്വം കൊണ്ട് നടന്നു പോകാം. RSSന്റെ ആശയം വെച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് നിൽക്കാം. ആ സൗകര്യത്തിലാണ് സന്ദീപ് വാര്യർ വന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? സന്ദീപിന്റെ കാര്യം ചോദിക്കട്ടെ. ഈ സന്ദീപുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളൊന്ന്, സന്ദീപ് പൂർണ്ണമായും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് തന്റെ പിടിവിട്ടിട്ടില്ല എന്നാണ്. നരേന്ദ്രമോദിയെ തള്ളി പറഞ്ഞിട്ടില്ല, RSSനെ തള്ളി പറഞ്ഞിട്ടില്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഉയർത്തപ്പെടുന്ന വിമർശനങ്ങൾ. അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കൾക്ക് അദ്ദേഹം പൂർണ്ണമായും ഈ ഹിന്ദുത്വ ദേശീയതയെ വിട്ടിട്ടില്ല എന്ന്? അയാൾ പൂർണ്ണമായും BJPയിൽ നിന്ന് വിട്ട് കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഈ ബഹളങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നമ്മൾ നാട് നീളെ കണ്ടതുമാണ്. അതവിടെ നിൽക്കട്ടെ. ശ്രീ TM ശശി ഇപ്പം ഈ സന്ദീപ് വാര്യർക്കെതിരെ ഇപ്പം ഈ കിടന്ന് ഭീകരമായിട്ട് ആത്മരോഷം കൊള്ളുന്നല്ലോ. ഈ കോൺഗ്രസ്സിൽ ചേരുന്നതിന് മുമ്പ് ഈ സന്ദീപ് വാര്യർക്ക് ഏറ്റവും നല്ല സഖാവിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തത് നിങ്ങളുടെ സഖാവ് ബാലനാണ് സാർ, വേറെ ആരുമല്ല. സന്ദീപ് BJPക്ക് അകത്ത് നിൽക്കുമ്പോൾ തന്നെ വിടുന്നതിന് മുൻപ് ഇവിടെ അയാൾ ആ ഒരു പ്രശ്നമുണ്ടായി മാറി നിൽക്കുമ്പോഴും സന്ദീപ് പറഞ്ഞത് ഇവിടെ കൃഷ്ണകുമാർ ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് സന്ദീപ് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പവൻമാറ്റ സഖാവാണെന്നും പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തത് നിങ്ങളാണ് പരവതാനി ഒരുക്കി കാത്തിരുന്നത് സന്ദീപ് വരാൻ വേണ്ടിയിട്ട്. അത് പക്ഷേ കോൺഗ്രസ്സുകാരെ അയാളെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് വേറെ കാര്യം. ഇതെല്ലാം കഴിഞ്ഞപ്പം കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പം ഈ കിടന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്ത് കാര്യമാണ് ഉള്ളത്? അതേപോലെ ഇപ്പം നിങ്ങൾ പറയുന്നു SDP-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അവരെല്ലാവരും കോൺഗ്രസ്സിന് പരസ്യമായ പിന്തുണ കൊടുക്കുകയും ചെയ്തു. അതിനും കിട്ടുകയില്ല എന്ന് ഉറപ്പ് കഴിഞ്ഞപ്പോൾ, കിട്ടില്ല എന്ന് ഉറപ്പുള്ളൊരു കാര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് ഒരുമാതിരി ഈ ഷണ്ടൻ്റെ ബ്രഹ്മചര്യം മാതിരിയാണത്. കിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് ഈ പ്രഖ്യാപനം നടത്തുന്നത് അതിന് വേറൊരു കമ്പാരിസൺ ഇപ്പോൾ തൽക്കാലം പറയാനില്ല. അതാണ് അതിൻ്റെ വാസ്തവം. സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പരവതാനി വിരിച്ച് കാത്തിരുന്ന നിങ്ങൾക്ക് ആ സന്ദീപ് വാര്യർ വരില്ല എന്ന് ഉറപ്പായി കോൺഗ്രസ് കൊണ്ടുപോയി കഴിഞ്ഞപ്പം അങ്ങേരെ ഇതായി RSSൻ്റെ ആശയം വിടാത്തവനായി, വർഗീയവാദിയായി, അതായി ഇതായി മറ്റതായി മറിച്ചതായി. മുസ്ലിം ലീഗിന് വരാൻ വേണ്ടിയിട്ട് പരവതാനി വിരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ കേരളത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞ് എത്രയോ കാലമായിട്ട് നടന്നിരുന്നവരാണ് നിങ്ങൾ. അവർ വരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്നു, മുസ്ലിം ലീഗ് കൊള്ളില്ല, പാണക്കാട് ശിഹാബ് തങ്ങൾ കൊള്ളില്ല, ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന നിങ്ങളല്ലേ, ഈ പറയുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ അന്നത്തെ CPM സെക്രട്ടറിയുടെ ഒപ്പം അല്ലേ ഇവിടെ അബ്ദുൽ നാസർ മദനി വേദി പങ്കിട്ടത്? ഈ അബ്ദുൽ നാസർ മദനിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ കോൺഗ്രസും UDFും LDFും മത്സരിച്ച് അന്ന് കോയമ്പത്തൂരിൽ നിന്ന് വന്നപ്പോൾ അവിടെ തമിഴ്നാട് അതിർത്തി മുതൽ തിരുവനന്തപുരം വരെ വൻ സ്വീകരണങ്ങൾ ഒരുക്കിയത്? അതാണ് പറഞ്ഞത്. നിങ്ങളുടെ ഈ ന്യൂനപക്ഷ പ്രേമം എന്ന് പറയുന്നത് പോലും ഏറ്റവും വലിയ കാപട്യമാണ് ഈ രണ്ടുപേരുടെയും. ഈ രണ്ട് കൂട്ടരും ഈ ന്യൂനപക്ഷങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് ഏറ്റവും വലിയ ന്യൂനപക്ഷ പ്രേമികൾ, ഞങ്ങളാണ് ഈ ന്യൂനപക്ഷ പ്രേമികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ മുസ്ലിം ജനസാമാന്യത്തെ ഈ രണ്ട് കൂട്ടരും മാറി മാറി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ജനത എന്ന് തിരിച്ചറിയുന്നോ അന്ന് അറിയാം, ഇതിൻ്റെ എന്നെങ്കിലും തിരിച്ചറിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സത്യത്തിൽ ഇവർ രണ്ട് കൂട്ടരും
ഇവിടുത്തെ ഈ നാട്ടിലെ ഈ രക്ഷക വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്ന രാക്ഷസന്മാരാണ് ഈ രണ്ട് മുന്നണികളും. ഓക്കെ, ഷാബു പ്രസാദ്, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാകുമെന്ന് UDF-ഉം ഒക്കെ വിചാരിക്കുന്നത്, നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും, ഭരണവിരുദ്ധ വികാരമാണ്. ആ ഭരണവിരുദ്ധ വികാരത്തിന് അനുകൂലമായ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കാവുന്ന UDF വിചാരിക്കുന്നുണ്ട്. കാരണം സാധാരണ നിലയ്ക്കുള്ള ഒരു നോർമൽ ചോയ്സ് ആളുകളുടേത് UDF ആണല്ലോ. സർക്കാരിനെതിരെ സമരമുഖത്തുള്ള, സർക്കാരിനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും സംസാരിക്കുന്ന ഒരു പാർട്ടിയെ, മുന്നണിയെ വിജയിപ്പിക്കുക. അതിൽ തന്നെ സർക്കാരുമായി ഡയറക്റ്റ് ഫൈറ്റിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു കാൻഡിഡേറ്റിനെ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഒരു മേജർ ഫാക്ടറായി പ്രവർത്തിച്ചാൽ അത് UDF-ലേക്ക് ഒരു കൺസോളിഡേഷന്റെ സാധ്യത ഉണ്ടാക്കില്ലേ ഷാബു? അല്ല, അതിൻ്റെ അകത്തൊരു ലോജിക്കുണ്ട് നിഷാദ് പറയുന്നതിൻ്റെ അകത്ത്. കാരണം അവിടെ BJP കഴിഞ്ഞ 10 വർഷമായിട്ട് മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ എപ്പോഴും ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും പൊതുവെ ഭരണവിരുദ്ധമായിട്ടുള്ള, അതായത് ആരാണോ സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെയുള്ള ഒരു വികാരമുണ്ടാകും. ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു താങ്കൾ പറഞ്ഞതിൻ്റെ അകത്തൊരു ലോജിക്കുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, ഈ സാധ്യതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ കൃഷ്ണകുമാറും BJP-യും മത്സരിക്കുന്നത്. അവർ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ജനവികാരം അറിയാവുന്ന, ജനങ്ങളുടെ പൾസ്, ഹൃദയത്തുടിപ്പുകൾ അറിയാവുന്ന ഒരു പ്രസ്ഥാനവും ഇവരും തന്നെയാണ്, സ്ഥാനാർത്ഥിയും തന്നെയാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സാധ്യതകൾ കൂടി മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന്, ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെയും വക്താവായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും BJP ജയിക്കും, 4 ഇരട്ടി വോട്ടും ജയിക്കും, 10 ഇരട്ടി വോട്ട് ജയിക്കും എന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് ദർ ഇസ് ആൻ എഡ്ജ് ഫോർ BJP ഓവർ UDF. അങ്ങനെ പറയാൻ സാധിക്കും. കാര്യം അത് ഡേറ്റയും യാഥാർത്ഥ്യങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് പറയുന്നതാണത്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും അല്ലെങ്കിൽ താല്പര്യങ്ങളും കൂടി ഉണ്ടാകാം, അത് വേറെ കാര്യം. പക്ഷേ അവിടെ BJP-ക്ക് ഒരു എഡ്ജുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ, എൻ്റെ വിശ്വാസം. ശരി ജിൻഡോ, അപ്പോൾ BJP-യുടെ കോൺഫിഡൻസ് നോക്കൂ. അതിനകത്തൊരു പോയിന്റ് ഇതാണ്, BJP-ക്കകത്ത് പലതരത്തിലുള്ള ആഭ്യന്തര ശൈഥില്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചുവല്ലോ. പക്ഷേ BJP-യെ സംബന്ധിച്ച് അവൈലബിൾ ബെസ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റാണ് കൃഷ്ണകുമാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. അവർ കൃഷ്ണകുമാറിനെ ചൂസ് ചെയ്തു. അപ്പോൾ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് പലതരം തർക്കവിതർക്കങ്ങളുണ്ട് എന്ന് നിങ്ങൾ ആത്മവിശ്വാസം കൊണ്ടു. അപ്പോഴാണ് നിങ്ങൾ സന്ദീപ് വാര്യരെ എടുക്കുന്നത്. സന്ദീപ് വാര്യർ അപ്പുറത്ത് പോയി നിങ്ങളുടെ കൂടെ ചേരുന്നു. എന്നിട്ട് സന്ദീപ് വാര്യർ പോയതിൻ്റെ ഭാഗമായ ഒരു നേട്ടം നിങ്ങൾക്കുണ്ടായാൽ അത് സന്ദീപ് വാര്യരുടെ നേട്ടമാകും. സന്ദീപ് വാര്യർ വലിയ ആളാവും. അത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സവിശേഷമായ കരുതലും അതിൻ്റെ ഭാഗമായി പൊടുന്നനെ രൂപപ്പെട്ട ഒരു ഐക്യവും BJP-ക്ക് പ്രത്യേകമായി ഗുണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഷാബുവിൻ്റെ നിരീക്ഷണം. അല്ല, ഓരോരുത്തരും അവരുടെ, അദ്ദേഹം പറഞ്ഞ അവസാന സെൻറ്റൻസ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട. അദ്ദേഹം ഈ പറഞ്ഞ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ബാക്കി ഡാറ്റയും എല്ലാം പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം കൂടി അതിലുണ്ട്. ഇപ്പം ഞാൻ സ്വാഭാവികമായിട്ട് അഭിപ്രായം പറയുമ്പോൾ എൻ്റെ പാർട്ടിക്ക് ഒരു എഡ്ജ് ഉണ്ടാകുന്ന രീതിയിലല്ലേ എനിക്ക് അതിന്, അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മളെല്ലാവരും അങ്ങനെയല്ല, നമ്മുടെ താല്പര്യം കൂടി ഉണ്ടാവില്ല നമ്മുടെ ഏത് അഭിപ്രായത്തിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ എല്ലാവർക്കും. പക്ഷേ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ അതിനുശേഷം നടന്നിട്ടുള്ള ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ചാൽ എല്ലാ ഘട്ടത്തിലും UDF-ന് മേൽക്കൈ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതിലൊരു സംശയവും വേണ്ട. ഒന്നാമത്തെ, ഇപ്പോൾ BJP-ക്കകത്ത് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും, സന്ദീപ് വാര്യർ പിണങ്ങിപ്പിരിഞ്ഞ് നിന്ന 1.5 ആഴ്ചക്കാലം മാറ്റി നിർത്തിയാൽ പോലും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം നഗരസഭയിലിരിക്കുന്ന എത്ര കൗൺസിലർമാർ മറ്റേ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു, അവിടുത്തെ BJP-യുടെ ഉന്നത നേതാക്കന്മാർ എത്ര പേര് യോഗത്തിൽ പങ്കെടുത്തു, ശിവരാജനെ പോലുള്ള ആളുകൾ മറ്റേ ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് അഭിപ്രായം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് വെച്ചത് എന്തായാലും മാനസിക രോഗമില്ലാത്ത ആളായിരിക്കും, കത്തിച്ചത് മാനസിക രോഗിയാണെങ്കിലും. അപ്പോൾ ആ ഫ്ലെക്സ് വെച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് തിരൂർ സതീഷിൻ്റെ പ്രസ്താവന പുറത്തു വരുന്നതിൻ്റെ പുറകിൽ BJP-ക്ക് അകത്തുള്ള ആളുകളൊക്കെയാണ്. ഇപ്പോൾ BJP-ക്ക് അകത്ത് പ്രശ്നമില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഉണ്ട്. ഞങ്ങളുടെ കാര്യങ്ങൾ അതിൻ്റെ പുറകെ നിൽക്കാനൊന്നുമല്ല. ഞങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞാൽ ന്യൂനപക്ഷ വർഗീയതാണെന്ന് CPM-കാർ പറയും. ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞാൽ അവർ പ്രീണിപ്പിക്കുന്നു എന്ന് പറയും. ഇവിടെ PDP പിന്തുണ പ്രഖ്യാപിച്ചിട്ട് വേണ്ടെന്ന് CPM പറയുന്നത് നമ്മൾ കേട്ടില്ലല്ലോ. അതിൽ എനിക്ക് ഷാബു പ്രസാദിൻ്റെ പോയിന്റ് ഞാൻ കോട്ട് ചെയ്യാണ്. വീണ്ടും ഇവിടെ തരില്ല പിന്തുണ എന്ന് പറയുന്ന ആളുകളുടെ പിന്തുണ വേണ്ടെന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അത് വലിയ വിജയം ആവർത്തിക്കും എന്നാണ് കോൺഗ്രസ് പാനലിസ്റ്റ് ജിൻഡോ ജോണിന്റെ അഭിപ്രായവും അല്ലെങ്കിൽ ആത്മവിശ്വാസവും. BJP തന്നെ 2ാം സ്ഥാനത്ത് ഉണ്ടാകും എന്നാണ്. മറിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷ മറ്റ് 2 പാർട്ടി പ്രതിനിധികളും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കാം, 23 വരെ എന്തായാലും കാത്തിരിക്കണം. താങ്ക് യു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ അവസാനിപ്പിക്കുന്നു. ഇടവേള.